നാം പൊതുവെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് പ്രശംസ ലഭിക്കാറുണ്ട്, അംഗീകാരം ലഭിക്കാറുണ്ട്. അത് കിട്ടുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷവും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവരിൽ നിന്നുള്ള പ്രശംസയും അംഗീകാരവും മാത്രമാണ് നാം ലക്ഷ്യമാക്കുന്നതെങ്കിൽ നമ്മുടെ നന്മ പ്രവൃത്തികളുടെ ഫലം അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നന്മ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ഏറെ ലഭിക്കും. നാം ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ മാത്രം മതി. എബ്രഹാം ട്വർസ്കി എന്ന അമേരിക്കക്കാരനായ ഒരു യഹൂദ റബ്ബി പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ വളരെ ആർഭാടം നിറഞ്ഞൊരു വിവാഹത്തിന് ക്ഷണിച്ചു. വധൂവരന്മാർ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അതിന് പോകാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഒത്തിരിയേറെ ധൂർത്ത് നിറഞ്ഞ ആ വിവാഹത്തിന് പോകുന്നതിനോട് റബ്ബിക്ക് മനസ്സുകൊണ്ട് വലിയ ഇഷ്ടവുമില്ല. എന്തായാലും അദ്ദേഹം തന്നെ ഒരു പോംവഴി കണ്ടുപിടിച്ചു. വധൂവരന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വിവാഹ ആഘോഷം കഴിയുമ്പോഴേക്കും മിച്ചമുള്ള ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് വിവാഹത്തോടനുബന്ധിച്ച് ഒത്തിരിയേറെ പൂക്കളും ബൊക്കെയും ഒക്കെ കിട്ടുമല്ലോ. അത് ആശുപത്രികളിൽ സന്ദർശകരാരും വരാനില്ലാതെ നിരാശയിൽ കഴിയുന്ന എത്രയോ രോഗികളുണ്ട്, അവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ വധൂവരന്മാർ സമ്മതിച്ചതോടെയാണ് നമ്മുടെ റബ്ബി വിവാഹത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി പോയത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമല്ലേ. നമുക്ക് മനസ്സ് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ തുറന്നു കിട്ടും. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് ഒരിക്കൽ കൂടെ ഓർമ്മയിലുണ്ടാവണം. നമ്മുടെ പ്രതിഫലം ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാവരുത് നാം നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം സ്വർഗീയോന്മുഖമായിരിക്കണം. 4-ാം നൂറ്റാണ്ടിൽ അലക്സാൻഡ്രിയയിൽ സെറാപ്പിയോൺ എന്നൊരു സന്യാസി ജീവിച്ചിരുന്നു. മഹാപണ്ഡിതനായിരുന്ന അദ്ദേഹം പിന്നീട് ബിഷപ്പായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് പാവങ്ങളോട് അതീവമായ കാരുണ്യവും ദയയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു അവസരം പോലും അദ്ദേഹം പാഴാക്കുകയുമില്ലായിരുന്നു. ഒരിക്കൽ പാവങ്ങളെ സഹായിക്കാൻ കയ്യിൽ പണമായി ഒന്നും അവശേഷിക്കാത്തതുകൊണ്ട് തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ബൈബിളിൻ്റെ കോപ്പി വിറ്റ് ആ പണം ദരിദ്രർക്ക് കൊടുത്ത ആളാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് അദ്ദേഹം രസകരമായി ഇങ്ങനെ പറയുകയും ചെയ്തു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ വചനം തന്നെ വിറ്റ് ഞാനിതാ ദരിദ്രരെ സഹായിക്കുന്നുവെന്ന്. നമുക്കും ഇതുപോലെ നമുക്കുള്ള വിഭവങ്ങളിൽ നിന്ന് ഒരംശം, മുഴുവനായി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരംശമെങ്കിലും കൊടുത്ത് നമ്മെക്കൊണ്ടാവും വിധം ചുറ്റുമുള്ളവരെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ. നമ്മുടെ നിസ്സംഗത കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുമായിരുന്ന ചിലരെ സഹായിക്കാതെ പോകുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും വലിയ വേദന മനസ്സിൽ തോന്നേണ്ടത്. അങ്ങനെ വേദന തോന്നുന്ന പക്ഷം പിന്നീടൊരവസരത്തിലും നമുക്ക് സഹായത്തിനുള്ള അവസരങ്ങളെ വെറുതെ കളയാൻ തോന്നില്ല. സ്വന്തം ചോറുപൊതിയുടെ കൂട്ടത്തിൽ മറ്റൊരാൾക്ക് കൂടി ചോറുപൊതി കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥിയും നിസ്സഹായരായ രോഗികളെ സൗജന്യമായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാരും മെഡിക്കൽ കോളേജുകളിലൊക്കെ സൗജന്യമായി അന്നദാനം നടത്തുന്ന സന്നദ്ധ സംഘടനകളുമൊക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം സ്തുത്യർഹമായ പരസ്നേഹ പ്രവൃത്തികൾ തന്നെയാണ്. ഇവരുടെയൊക്കെ നിക്ഷേപം സ്വർഗത്തിലുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും ഇതൊക്കെ കൂടിയാലും ഇവരൊക്കെ കൂടിയാലും ചെറിയൊരംശം മാത്രമല്ലേ ആവുന്നുള്ളൂ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവാനുഗ്രഹത്തിനനുസരിച്ചോ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾക്കനുസരിച്ചോ നമ്മിൽ എത്ര പേർ യഥാർത്ഥമായ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. മെക്സിക്കോയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള മസാടെക് വംശജരെക്കുറിച്ച് പറയുന്നത് അവർ തങ്ങളുടെ അറിവും കഴിവും ഒന്നും തന്നെ ആരുമായും പങ്കുവെക്കില്ല എന്നാണ്. കാരണം പങ്കുവെച്ചാൽ തങ്ങളുടെ അറിവ് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ തങ്ങളുടെ കഴിവുകൾ കുറഞ്ഞു പോകുമോ എന്ന ഭയമായിരുന്നു അവരെ ഇതിന് പ്രേരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന രീതികൾ പോലും അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കില്ല. കാരണം തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ രുചി കുറഞ്ഞു പോകും എന്ന രീതിയിൽ അവർ വിശ്വസിച്ചിരുന്നു. നമ്മളുമൊക്കെ ചിലപ്പോൾ ഈ മസാടെക് വംശജരെ പോലെ അറിവില്ലായ്മയിലേക്ക് അധപ്പതിക്കാറുണ്ടോ എന്ന് സംശയിക്കണം. കാരണം സ്നേഹം പങ്കുവെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം തീർന്നു പോകുമോ എന്ന പേടി നമ്മളെ പലപ്പോഴും പിന്നിലോട്ട് വലിക്കുന്നില്ലേ. അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നാം മറ്റുള്ളവരെ ഏറെ സ്നേഹിക്കാത്തത്? നമ്മുടെ സ്നേഹം അങ്ങനെ പങ്കുവെച്ചാൽ തീരുന്നതല്ലല്ലോ. നമ്മുടെ സാമ്പത്തികമോ അല്ലെങ്കിൽ നമ്മുടെ സമയമോ ഒക്കെ പങ്കുവെച്ചാൽ തീർന്നു പോകും എന്ന ആശങ്ക നമ്മിൽ ഏറെയുണ്ട് എന്നത് വാസ്തവം തന്നെ.
അപ്പോൾ പിന്നെ മസാട്ടക് വംശജരെ പിന്നിലേക്ക് വലിക്കുന്നത് അവരുടെ സ്വാർത്ഥതയാണെങ്കിൽ നമ്മെയും പിന്നിലേക്ക് വലിക്കുന്നത് നമ്മുടെ സ്വാർത്ഥത തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും പുറത്ത് കടന്ന് പങ്കുവച്ചാൽ തീർന്നു പോകാത്ത സ്നേഹമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ